നമസ്കാരം. മനസ്സു നിറയെ സ്വപ്നങ്ങളും കണ്ണു നിറയെ പ്രിയതമയുടെ മുഖവുമായി പ്രവാസ ലോകത്തേക്ക് മടങ്ങാനിരുന്ന സുധിക്ക് വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 2.5 മാസം മാത്രം പിന്നിടുമ്പോൾ ഒരു ദാരുണമായ വാഹനാപകടം ആ ദാമ്പത്യത്തിന് തിരശ്ശീല വീഴ്ത്തിയിരിക്കുന്നു. പ്രിയതമ അഷ്നയെ കണ്ണീർ കടലിലാക്കി സുധി എസ് സുലൈ യാത്രയായി. 28 വയസ്സായിരുന്നു. ഒമാനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന സുധി തന്റെ വിവാഹത്തിനായാണ് നാട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ നവംബർ 23-നായിരുന്നു അടൂർ സ്വദേശിനി അഷ്നയുമായുള്ള വിവാഹം. കഴിഞ്ഞ ചൊവ്വാഴ്ച മടങ്ങേണ്ടിയിരുന്ന സുധി പ്രിയപ്പെട്ടൊരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനാണ് യാത്ര ഫെബ്രുവരി 12-ലേക്ക് മാറ്റിയത്. എന്നാൽ ആ സ്നേഹ നിർബന്ധം തന്റെ ജീവിതം കവർന്നെടുക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. വ്യാഴാഴ്ച രാത്രി സുഹൃത്തുക്കളെ കണ്ടു വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരികെ വരുവാൻ അല്പം വൈകുമെന്ന് സുധി പറയുകയായിരുന്നു. പക്ഷേ കാത്തിരുന്ന വീട്ടുകാർക്ക് മുന്നിൽ എത്തിയത് പ്രിയപ്പെട്ടവന്റെ മരണ വാർത്തയാണ്. വെട്ട് റോഡ് മേലെ ചന്തവിളയിൽ വെച്ച് പുലർച്ചെ 1 മണിയോടെയാണ് സുധി സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. മിൽമയുടെ പാൽ വാനുമായി കൂട്ടിയിടിച്ച ബൈക്ക് പൂർണ്ണമായും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ സുധിയെ പോലീസ് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഹാഷിർ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ തുടരുകയാണ്. കണിയാപുരം വാടയിൽമുക്ക് ക്രിസൻ ഹൌസിൽ സുലൈമാന്റെയും ശൈലജയുടെയും മകനായ സുധി നാടിന്റെ പ്രിയപ്പെട്ടവനാണ്. അഷ്നയുമായി ചേർന്ന് പ്രവാസ മണൽ പടുത്തുയർത്തുവാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ പാതി വഴി ഇല്ലാതായി. മധ്യവിധു തീരും മുൻപേ സുധി വിട പറഞ്ഞത് ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. അടൂരിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ച അഷ്നയെ ആശ്വസിപ്പിക്കുവാൻ ബന്ധുക്കൾക്കാർക്കും വാക്കുകളില്ല. വിധി ഒരുക്കിയ ക്രൂരമായ യാദൃശ്ചികതയിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് പോത്തൻകോട്ടെ ആ റോഡരികിൽ പൊലിഞ്ഞതും. ബൈക്കോടിച്ച സുഹൃത്ത് പറമ്പിൽപ്പാലം സ്വദേശി ഹാഷിറിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. 26 വയസ്സാണ്. ഹാഷിറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കാണ് വിധേയനാക്കിയത്. പോത്തൻകോട് വെട്ട് റോഡിൽ മേലെ ചന്തവിളയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 1 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. അടുത്ത സുഹൃത്തുക്കളോടൊപ്പം സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം വെട്ട് റോഡിൽ നിന്ന് പോത്തൻകോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും. അമിത വേഗം കാരണം ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന വാനിൽ ഇടിക്കുകയായിരുന്നു. മിൽമയ്ക്ക് വേണ്ടി പാലെടുക്കുവാൻ വന്ന വാൻ തലകീഴായി മറിഞ്ഞുവെങ്കിലും ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികരെ പോലീസ് എത്തി ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സുധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സുധി വിവാഹത്തോടനുബന്ധിച്ചാണ് അവധിക്ക് നാട്ടിലേക്ക് എത്തിയത്. അവധി കഴിഞ്ഞ ചൊവ്വാഴ്ച മടങ്ങിപ്പോകുവാനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അടുത്ത സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഇത്തരത്തിൽ മടക്കയാത്ര 12-ലേക്ക് മാറ്റിയത്. അടൂരിൽ നിന്ന് അഷ്നയുമൊത്ത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കണിയാപുരത്ത് വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തേക്ക് പോയി. രാത്രി 1 മണിക്ക് പോത്തൻകോടുള്ള യാത്രയ്ക്കിടയിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് തിരികെ വരുവാൻ അല്പം വൈകുമെന്ന് പറഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സുധി ഇറങ്ങിയത്. പക്ഷേ പുലർച്ചെ 1 മണിയോടെ വെട്ട് റോഡ് മേലെ ചന്തവിളയിൽ വെച്ച് സുധി സഞ്ചരിച്ച ബൈക്ക് പാൽവാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ആ ജീവൻ നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഹാഷിർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്.